ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 50 ചോദ്യങ്ങളാണ് ഉള്ളത്. 20 ചോദ്യങ്ങൾ ജനറൽ പേപ്പറും ബാക്കി 30 ചോദ്യങ്ങൾ ലിറ്റററി പാർട്ടുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൂ ഈസ് ദ 26th RBI ഗവർണർ ഓഫ് ഇന്ത്യ? സഞ്ജയ് മൽഹോത്രയാണ് 26th RBI ഗവർണർ ഓഫ് ഇന്ത്യ. കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. RBI was established on April 1st, 1935, recommended by Hilton Young Commission. It was nationalized in the year 1949. RBI Staff College is situated at Chennai. The only Prime Minister to have served as the Governor of RBI is Manmohan Singh. Question number 2. നെയിം ദ 11th ഇന്ത്യൻ ക്രിക്കറ്റർ ടു റിസീവ്. നമുക്ക് ആൻസർ കിട്ടി, MS ധോണിയാണ് അല്ലേ. ഇയാൾക്ക് എന്താണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. ICIC ഹാൾ ഓഫ് ഫെയിം 2025. ഓക്കെ, MS ധോണിക്കാണ് ICIC ഹാൾ ഓഫ് ഫെയിം 2025 റിസീവ് ചെയ്യുന്ന 11ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്ററാണ് ഇദ്ദേഹം. പോയിന്റ്സ്: ഹു വൺ UEFA നാഷണൽ ലീഗ് 2025 ഫൈനൽസ്? പോർച്ചുഗലാണ് സ്പെയിനിനെ തോൽപ്പിച്ചിട്ടാണ് UEFA നാഷണൽ ലീഗ് ഇവർ വിജയിക്കുന്നത്. ഹൂ ഈസ് ദ ന്യൂ അംബാസിഡർ ഓഫ് ഗ്ലോബൽ ടൂറിസം ഫോർ മാൽദീവ്സ്? കത്രീന കൈഫ്. അപ്പോൾ കത്രീന കൈഫാണ് പുതിയ ഗ്ലോബൽ ടൂറിസം മാൽദീവ്സിൻ്റെ അംബാസിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ശശി തരൂർ. വിച്ച് ഈസ് ദ ഹയസ്റ്റ് റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്? Chenab Bridge. It was inaugurated by Prime Minister Modi on 6th June 2025. Founder of Travancore രാഷ്ട്രീയ മഹാസഭ ഡോക്ടർ വേലുക്കുട്ടി അരയൻ. അദ്ദേഹത്തിൻ്റെ ഒരു സംഘം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചില പോയിൻറ്റ്സ്: അരയ വംശ പരിപാലനി യോഗം, അതുപോലെ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം. അദ്ദേഹത്തിൻ്റെ മാഗസീനാണ് അരയൻ. അദ്ദേഹത്തിൻ്റെ പത്രമാണ് ധർമ്മ പോഷിണി. ഓക്കെ, ഇതാണ് വേലുക്കുട്ടി, ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഓക്കെ. ദ ആക്ട് വിച്ച് പ്രൊവൈഡഡ് സെപ്പറേറ്റ് കമ്മ്യൂണൽ എലക്ടോറേറ്റ് ഫോർ ദ മുസ്ലിം, ദ മിൻറ്റോ മോർലി ആക്ട് ഓർ ഓൾസോ നോൺ ആസ് ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. അതിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ദ റിഫോം എക്സ്പാൻഡഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇൻക്രീസ്ഡ് ദ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ and introduced separate electorate for Muslims. Who is the father of humanism? Petrarch. ഒരു ലിറ്റററി ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കയറി വന്നതാണ്. ഓക്കെ. ദ പെട്രാർക്കിൻ സോണറ്റ് പെർഫെക്റ്റഡ് ബൈ ഇറ്റാലിയൻ പോയറ്റ് Petrarch divided 14 lines into 2 sections, an 8-line stanza, octave, rhyming ABBA, ABBA, and a 6-line stanza, sestet, rhyming CDC, DCD or CDE, CDE. Okay. Which newspaper was started by Swami Anandatirthan for social reformation? Sujana Nandana, and he is the founder of Jati Nashini Sabha. The quote he quoted: "My first enemy is discrimination and the second enemy is those who follow that." അപ്പോൾ ആനന്ദ തീർത്ഥൻ്റെ സഭ ഓർമ്മിച്ച് വെക്കുക. ജാതി നാശിനി സഭയാണ്. അദ്ദേഹത്തിൻ്റെ പത്രമാണ് സുജനനന്ദന. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഫിനോമിന ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ. അത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ. ഒരു റെയിൻബോ ക്രിയേറ്റ് ചെയ്യുന്നത് സൺലൈറ്റ് നേരെ വരുന്നു അല്ലേ, അത് റിഫ്രാക്ഷന് വിധേയമായി ഡിസ്പേർഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലാക്ഷൻ ഓഫ് സ്പെക്ട്രമാണ് അവിടെ നടക്കുന്നത്. ഒരു ഫാക്റ്റും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ. ഈ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ് അല്ലേ. പ്രിസം വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു എ ഗ്ലാസ് പ്രിസം. ആരാണ് ആ സയൻറ്റിസ്റ്റ്? ഐസക് ന്യൂട്ടൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the concept of Lokpal and Lokayukta office in India based upon? That is ombudsman in the Scandinavian countries. These ombudsman roles serve as the governmental watchdog participating in the regulation of public administration. Okay. Next question.
Which writ in Indian constitution means to be informed or to be certified? Certiorari. Mandamus means we command. Habeas corpus, you may have the body. Quo warranto, what is your authority? പ്രൊഹിബിഷനും കൂടെയാണ്. അങ്ങനെ 5 റിട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. അതിൽ ടു ബി ഇൻഫോംഡ്, ടു ബി സർട്ടിഫൈഡ് എന്ന് പറയുന്നത് സെഷ്യൂററിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ്? ഇത് അലൻ ട്യൂറിംഗ് ആണ്. അദ്ദേഹത്തിന് എന്തിൻ്റെ പിതാവെന്നാണ് പറയുന്നത്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. വാട്സപ്പ് കണ്ടുപിടിച്ചത് ജാൻ കോം ആൻഡ് ബ്രെയിൻ ആക്ടൻ ഇൻ ദ ഇയർ 2009. അവർ ഫോമർ എംപ്ലോയീസ് ഓഫ് യാഹു ആയിരുന്നു അല്ലേ. മുകളിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ബ്രെയിൻ ആക്ടൻ ആൻഡ് ആ താടിക്കാരനാണ് ജാൻ കോം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ടീച്ചിങ്, ടീച്ചേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് encourage student to elaborate on an answer either their own or that of other will be called probing. ആ ഒരു പ്രോസസ്സിനെയാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following are examples of individualized approach in teaching method? 3 എണ്ണമാണുള്ളത്. മോഡുലാർ അപ്രോച്ച് ബേസ്ഡ് ടീച്ചിങ്, പ്രോഗ്രാംഡ് ലേണിംഗ് ആൻഡ് പേഴ്സണലൈസ്ഡ് ടീച്ചിങ്. ഓക്കെ, which of the following best described a student-centered approach to teaching? Students takes ownership of their own learning through inquiry and collaboration. Active learning strategies are most effective when students are engaged in discussion, problem solving and collaborative activities. What is the main purpose of the various teaching methods? To make learner more engaged and relevant to all students. Which of the following is an example of an interactive teaching method? ഈ 4 ഓപ്ഷനിൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണ് ഇൻറ്ററാക്റ്റീവ് ടീച്ചിങ് മെത്തേഡിന് ഉദാഹരണം. ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഓൾ ഓഫ് ദീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊവൈഡ് അഡ്വാൻറ്റേജ് ടു ഇംപ്രൂവ് പ്രാക്ടീസ്, ഷോ ദ ടെക്നിക്, ഇറ്റ് അറോസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുന്നു. നമുക്ക് ലിറ്റററി ഭാഗത്തേക്ക് കടക്കാം. തോമസ് ഗ്രേ വാസ് ഓഫേർഡ് ദ പോസ്റ്റ് ഓഫ് പോയറ്റ് ലൗറേറ്റ് ഇൻ ദ ഇയർ 1757. ഹീ ബിലോങ്ഡ് ടു ദ ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി. അപ്പോൾ തോമസ് ഗ്രേയുടെ ഫാക്ട്സ് ആണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ എലിജി ഇൻ എ കൺട്രി ചർച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോയറ്റ് ലൗറേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1757. എന്നാൽ നമ്മുടെ എലിജി ഇൻ എ കൺട്രി ചർച്ച് പബ്ലിഷ് ചെയ്ത വർഷം 1751. അദ്ദേഹം ജനിച്ചത് ഡിസംബർ 26, 1716 ആൻഡ് ഡൈഡ് ജൂലൈ 30, 1771. ഓക്കെ, ഹി ബിലോങ്ഡ് ടു ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി ആൻഡ് ട്രാൻസിഷണൽ പോയറ്റും ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക, തോമസ് ഗ്രേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ സബ്ജക്ട്സ് ഓഫ് ജോൺ ഡൺ, ദാറ്റ് ഈസ് പോയട്രി. അതിൽ അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് ലവ്, സെക്ഷുവാലിറ്റി, റിലീജിയൻ ആൻഡ് ഡെത്ത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയം പഠിക്കാനുള്ളത് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ആണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1633 ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എംഫസൈസസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ലിറ്ററേച്ചർ? ദാറ്റ് ഈസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം സ്കൂളാണ്, ഓർക്കുക. What is the term used to describe critics' ability to remain open to different interpretations of a text without imposing their own bias? അത് നമ്മുടെ ജോൺ കീറ്റ്സ് കൊണ്ടുവന്ന നെഗറ്റീവ് കേപ്പബിലിറ്റിയാണ്. അപ്പോൾ 2 ഫാക്ട്സ് നമുക്ക് പഠിക്കാം. നെഗറ്റീവ് കേപ്പബിലിറ്റി, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ കീറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിമൈൻ ഓപ്പൺ to different interpretations of a text without imposing their own biases. Okay. Next, T.S. Eliot-മായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ടേം ആണ്. വിച്ച് ലിറ്റററി ക്രിറ്റിക് ഈസ് നോൺ ഫോർ ഹിസ് കൺസെപ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്? ദാറ്റ് ഈസ് T.S. Eliot. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ വർഷം നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം, 1948. ആൻഡ് ദ വേസ്റ്റ് ലാൻഡ് നമുക്ക് സിലബസിലുള്ള ഒരു പോയമാണ്. ദ വേസ്റ്റ് ലാൻഡ്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1922. Okay. Which of the following strategies is most suitable for inclusive education? That is all of the above. They are
മൾട്ടി സെൻസറി ടീച്ചിങ്, ദെൻ പിയർ ടീച്ചിങ്, കോപ്പറേറ്റീവ് ടീച്ചിങ്. ഓക്കെ, ഇത് മൂന്നും എന്തിന് സ്യൂട്ടബിൾ ആണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് സ്ട്രാറ്റജീസ് ആണ് എന്നുള്ളത് ഓർക്കുക. Adjustment mechanism in which individual tries to defend himself by blaming others is for his own fault is projection. That method is known as projection. Kohlberg's theory is based on moral development. ഓക്കെ, അതിനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്താണ് കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. ഈ പ്രീ കൺവെൻഷണൽ അപ് ടു 9 years ആൻഡ് കൺവെൻഷണൽ 9 to 13 years ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ അഡോൾസെൻ്റ് ഓർ അഡൽട്ട്ഹുഡിലാണ് അത് ഈ സ്റ്റേജസ് വരുന്നത്. ഓക്കെ, യെസ്. ക്രോസ് പസിൽസ് ആർ യൂസ്ഡ് ആസ് ഡാഷ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് പോസ്റ്റ് റീഡിംഗ് ആക്ടിവിറ്റിയാണ് ക്രോസ് പസിൽസ്. ദ ടേം ഇമ്പയർമെൻറ്റ് ഈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഗ്രാജുവലി റെഫേഴ്സ് ടു എ പ്രോബ്ലം ഇൻ ബോഡി ഫങ്ഷൻ ഓർ സ്ട്രക്ചർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ADHD? Attention Deficit Hyperactivity Disorder. The word kindergarten is a loan word from German, and the term shuttlecock in badminton is believed to be derived from Old English. അപ്പോൾ രണ്ട് ലോൺ വേർഡ്സ് ആണ് പഠിച്ചത്. ഒന്ന് കിൻഡർഗാർട്ടൻ, അത് ജർമ്മൻ ആണ്. ഷട്ടിൽകോക്ക് ഓൾഡ് ഇംഗ്ലീഷിലെ വേർഡാണ്. എ ലോൺ വേർഡ് അഡോപ്റ്റഡ് ഫ്രം അനദർ ലാംഗ്വേജ് ആൻഡ് അഡാപ്റ്റഡ് ടു ഫിറ്റ് ദ ബോറോയിങ് ലാംഗ്വേജ് ഫോണോളജി ആൻഡ് മോർഫോളജി ഈസ് കോൾഡ് ലോൺ ഷിഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ത് ആൻഡ് ദ ആർ സച്ച് സൗണ്ട് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്ഷൻ ഡി ടീത്ത് ആണ് ശരി ഉത്തരം. ഓക്കെ, ആഡംസ് ആപ്പിൾ ഈസ് ജനറലി നോൺ ആസ് ലാറിങ്സ്. വിച്ച് ഓർഗൻ ഈസ് ഹെൽപ്ഫുൾ ടു പ്രൊഡ്യൂസ് ഹാർഷ് ആൻഡ് ത്രോട്ടി സൗണ്ട്സ്? യുവ്യൂള. The correct phonetic transcription for chain is chain. ഓക്കെ, 2-3 ട്രാൻസ്ക്രിപ്ഷൻസും കൂടെ ഒന്ന് പഠിക്കാം. ഒന്ന് ജേണി, മറ്റത് പൊട്ടാറ്റോ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ടീച്ച്. ഓക്കെ, ച് സൗണ്ട് ചെയിനിൽ അല്ലേ, ച്. ഡാഷ് ഈസ് മോസ്റ്റ് ഫ്ലെക്സിബിൾ articulator which can move in many different places and shapes, that is tongue. Next question. In a reading session, the teacher asked the students to say which part of the text is more interesting and which part is not interesting. What stage of reading is this? That is post reading. Okay. What are the 3 ways of manner of imitation? Narrative, dramatic, combination of both. Okay. ഒരു പോയിന്റും കൂടെ. കോംപ്ലിക്കേഷൻ ആൻഡ് ഡിനൗൺമെൻറ്റ് ആർ ദ 2 elements ഓഫ് പ്ലോട്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഇൻസിസ്റ്റിംഗ്, ഇൻസിഡൻറ്റ് ആൻഡ് റെസൊല്യൂഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ പ്ലോട്ടിൽ വരുന്ന ആ ഒരു എക്സ്പോസിഷൻ, റൈസിങ് ആക്ഷൻ, ക്ലൈമാക്സ്, ഫോളിങ് ആക്ഷൻ ആൻഡ് ഡിനൗമെൻറ്റ്. ഡിനൗമെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പാർട്ടാണ് അല്ലേ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് മാച്ചായിട്ടാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പെരിപ്പെറ്റിയ, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, anagnosis, recognition, catharsis, purgation, hamartia, tragic flaw. Bertrand Russell described the teacher as guardian of civilization. He was awarded the Nobel Prize in the year 1950. Okay. Who wrote the Swiftian satire on 20th century politics? George Orwell. Okay. ജോനത്തൻ സ്വിഫ്റ്റിൻ്റെ ഒരു സറ്റയർ രീതിയാണ്, അതിനെ സ്വിഫ്റ്റിയൻ സറ്റയർ എന്ന് പറയുന്നു. അത് പിന്നെ ആ ഒരു പേരിൽ അറിയപ്പെട്ടു. അത് നമ്മുടെ ജോർജ് ഓർവെൽ ആനിമൽ ഫാമിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം കൂടെയാണ് ആനിമൽ ഫാം, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ August 1945. ഓക്കെ, ഹൂ പോപ്പുലറൈസ്ഡ് ദ ഫ്രേസ് ലോസ്റ്റ് ജനറേഷൻ? ഓക്കെ, നമ്മുടെ വേൾഡ് വാറൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വരുന്ന പോയറ്റ്സും ആൾക്കാരും ഒക്കെയാണ് ഈ ലോസ്റ്റ് ജനറേഷനിൽ ഉൾപ്പെടുന്നത്. അത് ഹെമിംഗ്വേ ആണ് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓൾഡ് മാൻ ആൻഡ് സീ നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു പോർഷനാണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം സെപ്റ്റംബർ 1925 ആണ്. അദ്ദേഹത്തിന് അത് പുലിറ്റ്സർ പ്രൈസ് നേടിക്കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1953. ഓക്കെ,
Shashi Deshpande awarded the Sahitya Akademi in 1990 for her work That Long Silence. നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ആണ്. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1983 ആൻഡ് ഷി വാസ് awarded the Padmasri in the year 2009. Okay. Students' portfolio is a tool for assessment of all of the above ആണ് ശരി ഉത്തരം. ടേം അസസ്മെൻറ്റ്, ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റിന് സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം ടൂളായിട്ട്. ഓക്കെ, which is an example at the creative level of Benjamin Bloom's taxonomy of education objective. The learner writes a dialogue of his or her own. The teacher uses the blog to develop language skill in her students. The teacher is incorporating the technology, pedagogical content, knowledge. Okay. The major aim of teaching poetry is enjoyment and appreciation. And our last question, what are the last 6 lines of a sonnet called? That is sestet. Okay. Thank you students for watching the video. If you like, please share and subscribe my channel.